അതുകൊണ്ടാണ് ഞാൻ എങ്ങ് സ്റ്റാൻഡ് ചെയ്യാത്തത്. ഇപ്പം എൻ്റെ രാഷ്ട്രീയ ഇത് അനീസ് എന്നിട്ടാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ ഐഡിയോളജി പറയുമ്പോൾ ആൾക്കാർ പറയും അനീസ് രാഷ്ട്രീയ വിരുദ്ധനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയവാദിയാണ്. ഞാൻ രാഷ്ട്രീയവാദിയാണ്. ഞാൻ രാഷ്ട്രീയവാദി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നിലവിലെ എക്സിസ്റ്റിംഗ് രാഷ്ട്രീയ കണ്ടീഷൻസ് തൃപ്തമല്ലാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ ആ രാഷ്ട്രീയത്തെ വെറുക്കുന്നതുകൊണ്ട് ആ രാഷ്ട്രീയവാദി, അതാണ് എൻ്റെ രാഷ്ട്രീയം. ഞാൻ വോട്ട് ചെയ്യാൻ പോകാത്തതിന് കാര്യം എനിക്ക് തൃപ്തിയുള്ള ഒരൊറ്റ ആള് പോലും ഇന്നേ വരെ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല. അല്ല, എനിക്കതിലൊരു ഇതില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സ്വാർത്ഥനാണ്. ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്ന ഒരാളാണ്. എനിക്കിപ്പോ ഇത്രയും പ്രതികരിച്ച് പറഞ്ഞ പോലെ തിന്മയും തമ്മിലുള്ള പോരാട്ടം, അതുപോലെ ആ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ കൊള്ളാവുന്ന ഞാൻ കൊടുക്കത്തില്ല. ഞാൻ ഇവരെ രണ്ടുപേരും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള എന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കി ഞാൻ ഇലക്ഷന് പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി രാജ്യം നന്നാക്കാൻ നിങ്ങൾ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾ അവരുടെ ക്രെഡൻഷ്യൽ എന്താണ്, അതുപോലെ അവർ ഇതിന് മുന്നേ ഒരു മന്ത്രി അല്ലെങ്കിൽ MLA ആയിരുന്നെങ്കിൽ അവർ കൊടുത്ത പ്രകടന പത്രിക എന്തായിരുന്നു, അതിൽ എത്ര എണ്ണം അവർ ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും ഫാക്ച്വലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെക്ക് ചെയ്യും. എനിക്കതിനകത്ത് കൺഫ്യൂഷൻ തന്നെയായിരുന്നു. ഇവർ എഴുതുന്നതെല്ലാം ചെയ്തു എന്ന് തന്നെ എനിക്ക് ഒരു അടുത്തോണം. ഇതിന് സത്യം പറഞ്ഞ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം.